ഇലുസ്ട്രേഷൻ 20 വളരെ എളുപ്പമുള്ള നമ്മൾ ഇലുസ്ട്രേഷൻ 19ൻ്റെ അകത്ത് പഠിച്ചതുപോലെ തന്നെയുള്ളൊരു പ്രോബ്ലമാണ്. ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റ് മാത്രമേ ഇതിനകത്തുള്ളൂ. ഒക്കെ എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് നോക്കാം. പർച്ചേസസ് 75,000. Following is the trial balance of Kannur branch as on 31st December 2014. Purchases 75,000, sales 1,40,000, goods from head office 15,000, wages 5,000, salaries 4,000, carriage inwards 1,000, goods sent to head office 12,000, cash at bank 8,000, furniture 20,000, opening stock 7,000, sundry debtors 25,000, sundry creditors 13,000, rent and rates 4,000, bills receivable 13,000, discount 2,000, head office account 10,000. The branch account in head office book shows a debit balance of 14,000. It is found that goods costing 3,000 sent by head office on 24th December has been received by branch only on 5th January 2014. It is also noticed that a check of 1,000 sent by branch in December is received by head office only in January. Branch furniture required a depreciation of 10%. Salary outstanding at branch amounts to rupees 800. Closing stock at branch is valued at 22,000. Prepare branch trading and profit and loss account. Give incorporating entries and branch account in the books of head office. അപ്പോൾ ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ മാത്രമുള്ള കാര്യങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം, ഇൻകോപ്പറേറ്റിംഗ് എൻട്രീസ് എഴുതണം, ബ്രാഞ്ച് അക്കൗണ്ടും എഴുതണം. അപ്പോൾ ആദ്യമേ ബ്രാഞ്ച് ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതാം. സാധാരണ ട്രേഡിംഗ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് പോലെ തന്നെ opening stock, purchases, then opening stock, പിന്നെ goods from head office, then carriage inwardsഉം wagesഉം ഇത് രണ്ടും നമുക്ക് ഡയറക്റ്റ് എക്സ്പെൻസസ് ആണ്. പിന്നെ സെയിൽസ് ഉണ്ട്. സെയിൽസ് റിട്ടേൺ ഉണ്ടോ? ഇല്ല, സെയിൽസ് ഉണ്ട്. അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്. ഹെഡ് ഓഫീസിലേക്ക് ഗുഡ്സ് കൊടുത്തു, അത് സെയിൽസിന് ഇക്വലൻ്റ് ആണ്. അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ് വരും. ആൻഡ് ലാസ്റ്റ് ക്ലോസിംഗ് സ്റ്റോക്ക്, വേറെ ഒന്നും വരത്തില്ല. ഇത്രയാണ് ട്രേഡിംഗ് അക്കൗണ്ടിൽ വരുന്ന ട്രാൻസാക്ഷൻസ്. അത് നമ്മൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് എഴുതണം. ഗ്രോസ് പ്രോഫിറ്റ് ആണ്, ബാലൻസ് ഗ്രോസ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അത് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എഴുതണം. അതിനുശേഷം നമുക്ക് അതർ എക്സ്പെൻസസ് എഴുതാം. അതർ എക്സ്പെൻസസിൽ സാലറീസ്, ദെൻ ഫർണിച്ചറിൻ്റെ ഡിപ്രീസിയേഷൻ 10% ഉണ്ട്, ദെൻ റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഡിസ്കൗണ്ട് റിസീവ്ഡ്, ഡിസ്കൗണ്ട് ഇൻകം ആണ്, അത് നമ്മളിവിടെ എഴുതി. പിന്നെ സാലറീസിൻ്റെ ഒരു ഔട്ട്സ്റ്റാൻഡിങ് കൂടി ഉണ്ട്. സാലറി ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യണം. റെൻ്റ് ആൻഡ് റേറ്റ്സ്, ഡിപ്രീസിയേഷൻ ഓൺ ഫർണിച്ചർ. അത് കഴിഞ്ഞാൽ ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നെറ്റ് പ്രോഫിറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. ഇത്രയേ ഉള്ളൂ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓക്കെ. പിന്നെ ഇതിനകത്ത് അഡീഷണൽ ആയിട്ടൊരു എൻട്രി ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇവിടെ കണ്ടോ. ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ബ്രാഞ്ചിൻ്റെ ട്രയൽ ബാലൻസിൽ ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് 10,000 എന്നും പറഞ്ഞ് ബാലൻസ് ഉണ്ട്. ഹെഡ് ഓഫീസ് അക്കൗണ്ട് എന്നും പറഞ്ഞ് ബാലൻസ് എത്ര കിടക്കുന്നത്? 10,000. അതായത് ബ്രാഞ്ചിൻ്റെ ബുക്കിൽ ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ 10,000 റുപ്പീസേ ഉള്ളൂ. പക്ഷേ ബ്രാഞ്ച് അക്കൗണ്ട് ഇൻ ഹെഡ് ഓഫീസ് അക്കൗണ്ട്, ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ ബ്രാഞ്ചിൻ്റെ ബാലൻസ് എന്ന് പറയുന്നത് 14,000 ആണ്. അപ്പോൾ 10,000 14,000 തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട് അല്ലേ? 4,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് ഉണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട് ഗുഡ്സ് ട്രാൻസിറ്റ് ചെയ്തപ്പോൾ ഒരു 3,000 റുപ്പീസിൻ്റെ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ഒരു ചെക്കായി 1,000 റുപ്പീസിൻ്റെ ഇത് കൊടുത്തതും എൻ്റർ ചെയ്തിട്ടില്ല ഈ ഡിസംബർ 31st. ആ രണ്ട് എൻട്രീസ് വരാത്തതാണ് ആ 4,000 റുപ്പീസിൻ്റെ ഡിഫറൻസ് വന്നതെന്ന്. അപ്പോൾ അതെന്താണ്? ക്യാഷ് ഇൻ ട്രാൻസിറ്റും ഉണ്ട്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റും ഉണ്ട്. അപ്പോൾ അതിൻ്റെ എൻട്രീസും എഴുതണം. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. നമ്മൾ ആദ്യം പഠിച്ച എൻട്രീസ് തന്നെ ആണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ആദ്യം നമ്മുടെ ഓപ്പണിംഗ് സ്റ്റോക്കും
ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചും അതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അല്ല, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, പർച്ചേസസ്, ക്യാരേജ് ഇൻവേർഡ്സ്, വേജസ്, ഇത്രയും കാര്യങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇത്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ഈ 1,03,000 വന്നതെന്ന് പറയുന്നത് 7,000, 75,000, 15,000, 1,000, 5,000 ഇത്രയും കാര്യങ്ങൾ ആഡ് ചെയ്യുന്നതാണ്. അതാണ് 1,03,000 വന്നിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ സെയിൽസ്, ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസ്, ക്ലോസിംഗ് സ്റ്റോക്ക്, ഇത് മൂന്നും ട്രാൻസ്ഫർ ചെയ്യണം. അതിൻ്റെ എൻട്രി കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് 1,74,000. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുന്നത്. പിന്നെ ഗ്രോസ് പ്രോഫിറ്റിൻ്റെ കാര്യം ഉണ്ട്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നിന്ന് ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് അത് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പം ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 71,000. അത് എഴുതി. പിന്നെ നമ്മുടെ ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്, സാലറീസ്, റെൻറ്റ്, ഡിപ്രീസിയേഷൻ, ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10,800. അതെ, ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് 10,800. പിന്നെ ഒരു ഇൻകം ഉണ്ട്, ഡിസ്കൗണ്ട്, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,000. ആൻഡ് ലാസ്റ്റ് നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ജനറൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇറ്റ് ഈസ് 62,200. പിന്നെ നമുക്ക് എഴുതേണ്ടത് അസറ്റും ലയബിലിറ്റീസും ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് അസറ്റ് എന്ന് പറയുന്നത് ഏതൊക്കെ വരും? ക്യാഷ് അറ്റ് ബാങ്ക്, ഫർണിച്ചർ, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, പിന്നെ ക്ലോസിംഗ് സ്റ്റോക്ക്. ഫർണിച്ചറിനകത്ത് നിന്ന് ഡിപ്രീസിയേഷൻ കുറച്ചിട്ടുള്ളത് ഐറ്റം, അപ്പോൾ അഞ്ച് ഐറ്റം വരും. അത്രയാണ് അസറ്റ്. അസറ്റ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അസറ്റ് എല്ലാം ഡെബിറ്റ് ബാലൻസ് ആണ്. 5 അസറ്റ്: ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, ഫർണിച്ചർ. അത് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ. പിന്നെ ലയബിലിറ്റി ഉണ്ട്. ലയബിലിറ്റി ക്രെഡിറ്റേഴ്സ് ഉണ്ടായിരുന്നു, സാലറി ഔട്ട്സ്റ്റാൻഡിങ്ങും ഉണ്ടായിരുന്നു. അത് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഡെപ്റ്റർ ടു ലയബിലിറ്റീസ്. ഇത്ര എഴുതാം. പിന്നെ ലാസ്റ്റ് എൻട്രി ഞാൻ പറഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടെന്ന്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ് ഡെപ്റ്റർ ടു കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്. ക്യാഷ് ഇൻ ട്രാൻസിറ്റ്, ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് 4,000. ഇത്ര എൻട്രീസ് ആണ് വരുന്നത്. ആൻഡ് ലാസ്റ്റ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട് ഹെഡ് ഓഫീസിൻ്റെ അക്കൗണ്ടിൽ എഴുതും. അത് പറഞ്ഞല്ലോ, ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ കണ്ണൂർ ബ്രാഞ്ചിൻ്റെ ബാലൻസ് നിൽക്കുന്നത് 14,000 റുപ്പീസാണ്. 10,000 അല്ല. ട്രയൽ ബാലൻസ് 10,000 ആണെന്ന് പറഞ്ഞാലും ഹെഡ് ഓഫീസിൻ്റെ ബുക്കിൽ ബ്രാഞ്ച് അക്കൗണ്ട് എത്രയിലാണ് നിൽക്കുന്നത്? 14,000 നിൽക്കുന്നത്. പിന്നെ നമ്മൾ ആ എൻട്രീസ് എഴുതിയതെല്ലാം പോസ്റ്റ് ചെയ്യുകയാണ് ഇങ്ങോട്ട് ചെയ്യുന്നത്. ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ടിൽ 1,03,000 ഓപ്പണിംഗ് സ്റ്റോക്ക്, പർച്ചേസസ്, ഗുഡ്സ് റിസീവ്ഡ് ഫ്രം ഹെഡ് ഓഫീസ്, ക്യാരേജ് ഇൻവേർഡ്സ്, വേജസ്, ഇത്രയും കാര്യങ്ങൾ ടോട്ടൽ ചെയ്തിട്ടുള്ള എമൗണ്ട് ബ്രാഞ്ച് ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. പിന്നെ സെയിൽസും ഗുഡ്സ് സെൻഡ് ടു ഹെഡ് ഓഫീസും ക്ലോസിംഗ് സ്റ്റോക്കും അത് മൂന്നും നമ്മൾ ഡെബിറ്റ് ചെയ്ത് എഴുതും. പിന്നെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്ന എക്സ്പെൻസസ്, അതായത് സാലറീസ്, റെൻ്റ് ആൻഡ് റേറ്റ്സ്, പിന്നെ ഡിപ്രീസിയേഷൻ, ഈ 3 എൻട്രി ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞ് 10,800 എഴുതുക. അതുപോലെ ഡിസ്കൗണ്ട് ഒരു 2,000 ഉണ്ടായിരുന്നു, അതും എഴുതുക. അതിനുശേഷം നമ്മുടെ അസറ്റ് എല്ലാം കൂടെ സെപ്പറേറ്റ് ചെയ്ത് തന്നെ എഴുതുക. ക്രെഡിറ്റേഴ്സും ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റീസ് സെപ്പറേറ്റ് എഴുതുക. ആൻഡ് ലാസ്റ്റ് ഒരു എൻട്രിയും കൂടെ ക്യാഷ് ഇൻ ട്രാൻസിറ്റ് ആൻഡ് ഗുഡ്സ് ഇൻ ട്രാൻസിറ്റ്, അത്ര എഴുതി കഴിയുമ്പോൾ ഈ അക്കൗണ്ട് ടാലി ആകും. അങ്ങനെയാണ് കണ്ണൂർ ബ്രാഞ്ച് അക്കൗണ്ട്
ക്ലോസ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇലിസ്ട്രേഷൻ 20.